പട്ടികജാതി വിഭാഗമായി പോയത് കൊണ്ട് അവർ പട്ടികജാതി വിഭാഗമാണെന്ന് അവരേതാണ്ട് ഓരോ സർട്ടിഫിക്കറ്റ് നൽകുമ്പോഴും ആ വിഭാഗത്തിൽപ്പെട്ട ആണ് എന്ന് അത് ഉറപ്പിക്കുവാൻ വേണ്ടി അത് വീണ്ടും അത് സാക്ഷ്യപ്പെടുത്തേണ്ട സാഹചര്യമാണ്. പക്ഷെ അത് കുറച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോഴേ ദഹിക്കുന്നില്ല. നമുക്കറിയാം ജാതി സർട്ടിഫിക്കറ്റ് എങ്ങനെയാ കിട്ടുന്നത്. ഒരു ജാതി സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ ഏത് വില്ലേജ് ഓഫീസറാണോ ഉദ്യോഗസ്ഥനാണോ ആ സർട്ടിഫിക്കറ്റ് നൽകേണ്ടവരുടെ അന്വേഷിച്ച 7 ദിവസത്തിനകം ആ ഉദ്യോഗസ്ഥൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതാണ് നിയമം. പക്ഷെ അതിന്റെ ഒരു സാങ്കേതികമായിട്ട് താമസങ്ങൾ ഉള്ളതുകൊണ്ട് ഇന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഈ ജാതി സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടി ചില ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങാൻ നിയമത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പല ആവശ്യങ്ങൾ വെച്ചുകൊണ്ട് സർട്ടിഫിക്കറ്റ് നൽകുന്നില്ല. മെയ് 30 വെള്ളിയാഴ്ച സംസ്ഥാനത്തുടനീളം അവകാശങ്ങൾ നിഷേധിക്കുന്നതിൻ്റെ പേർക്കുള്ള പട്ടികജാതി ജനതയുടെ താലൂക്ക് ഓഫീസ് പിക്കറ്റിങ്ങും ധർണയുമാണ് ഈ കാണുന്ന ദൃശ്യങ്ങൾ. അതിനാവശ്യമായിട്ടുള്ള നടപടികൾ എത്രയും വേഗം സർക്കാർ ഇടപെടുകയും സമൂഹത്തിന് തിരിച്ചറിഞ്ഞ് നൽകിക്കൊണ്ട് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കി പട്ടികജാതി ആൾക്കാരുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കൂട്ടായ പ്രവർത്തനത്തിന് എല്ലാവരും സഹകരിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യം നടക്കുകയാണ്. ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിനെ പ്രതിഷേധിച്ച് ഈ പെരുമഴയത്തും ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ട പട്ടികജാതി വിഭാഗക്കാരുടെ ജനങ്ങളുടെ താലൂക്ക് ഓഫീസ് പിക്കറ്റിങ്ങും ധർണയുമാണ്. ഇന്നേ ദിവസം കേരളം ഒട്ടുക്കുള്ള താലൂക്ക് ഓഫീസുകൾ സംവരണത്തിന് അർഹരായ പട്ടികജാതി ജനതയുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പെരുമഴയത്തും സ്വന്തം അവകാശങ്ങൾ വീണ്ടെടുക്കുവാനായി PKSന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസുകൾ പിക്കറ്റ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്. സുഗമമായിട്ട് നടക്കാതെ ഗവൺമെൻറ് പുറപ്പെടുവിച്ചിട്ടുള്ള ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എത്രയും വേഗം ആ സർട്ടിഫിക്കറ്റ് അപേക്ഷ നൽകിയാൽ അത് അതിൻ്റെ ഉടമയ്ക്ക് നൽകണം എന്നുള്ളതാണ്. സംസ്ഥാനത്തെമ്പാടും നടക്കുന്ന ഈ സമരത്തിൻ്റെ ഭാഗമായി കോട്ടയം താലൂക്ക് ഓഫീസ് PKS ക്ഷണിക്കണം ഇതിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള PK ഷാജിയെ ഞാൻ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. CPIMന്റെ കോട്ടയം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ബഹുമാനായ സഖാവ് ശശികുമാർ, നമ്മുടെ സംഘടനയുടെ PKSന്റെ കോട്ടയം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് ഈ സമരത്തിന് അധ്യക്ഷം വഹിക്കുന്നത്. PKSന്റെ കോട്ടയം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സ്വാഗതം പറഞ്ഞ സഖാവ് മനീഷ്, പട്ടികജാതി ക്ഷേമ സമിതി PKS തീരുമാനമെടുത്തിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ സമരത്തിന് ആധാരമായ മുദ്രാവാക്യം സ്വാഗത പ്രസംഗത്തിലൂടെ സഖാവ് മനീഷും അധ്യക്ഷനും ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. 2-ാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ സ്കൂളുകളും തുറക്കുകയാണ്. SSLC പരീക്ഷയുടെയും +2 പരീക്ഷയുടെയും പരീക്ഷ എഴുതിയ കുട്ടികളുടെ റിസൾട്ട് എല്ലാം വന്നു. തുടർ പഠനത്തിനായി വിദ്യാർത്ഥികൾ
പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ അവർക്ക് അടിയന്തിരമായി ജാതി സർട്ടിഫിക്കറ്റ് അനിവാര്യമായി വന്നിരിക്കുകയാണ്. അത് കൊടുക്കേണ്ടത് തഹസിൽദാരാണ്. ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസുകളിൽ നിന്ന് അപേക്ഷ സമർപ്പിക്കുന്നവരുടെ അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടി അവർ സമർപ്പിക്കുന്ന ആവശ്യമായ രേഖകൾ കൂടാതെ വില്ലേജ് ഓഫീസർ നേരിട്ട് വീട്ടിലെത്തി അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ജാതി സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അനാവശ്യമായി സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ പട്ടികജാതി ജനവിഭാഗങ്ങളായിട്ടുള്ള ആളുകളെ, അവരുടെ കുട്ടികളെ സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ വളരെ രൂക്ഷമായി തന്നെ അവർക്ക് കൊടുക്കാതിരിക്കുവാനുള്ള നടപടികളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ തികച്ചും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് കൊടുക്കാതിരിക്കുവാനുള്ള മാർഗങ്ങളാണ് ഇപ്പോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്.